ഹായ്. അപ്പം ഇത് ഡേ 4. അപ്പം നമ്മളിപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. കാരണം ഇന്നലെ ജിമ്മിന് പോയിട്ട് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം നമ്മൾ നേരെ റണ്ണിങ്ങിലേക്ക് പോവാണ്. എനിക്ക് ഈ റണ്ണിങ്, അതായത് ജിമ്മും റണ്ണിങ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം പറ്റുന്നില്ല. എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് റെസ്റ്റാണ് വേണ്ടത്. നമ്മൾ രണ്ട് കാര്യം ചെയ്യുമ്പോൾ റെസ്റ്റാണ് വേണ്ടത്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇനിയും അതായത് ടാലി ആയിട്ടുള്ള വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് കുറച്ച് ജിം വ്ളോഗ്സും അതായത് കുറച്ച് റണ്ണിങ് വ്ളോഗ്സും ചെയ്യാനാണ്. ആ ജിം വ്ളോഗ്സ് ചെയ്യുന്ന സമയത്ത് റണ്ണിങ് വ്ളോഗ്സിന് ഒരു ഗ്യാപ്പ് കൊടുക്കുകയും, അതുപോലെ റണ്ണിങ് വ്ളോഗ്സ് ചെയ്യുന്ന സമയത്ത് ജിമ്മിന് ഗ്യാപ്പ് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നോട് ഞാൻ കോച്ചോട് ജസ്റ്റ് ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വർക്കൗട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത്, അതായത് ഇന്ന് എത്ര വെയിറ്റ് എടുത്തു, ഇനി നാളെ എത്ര വെയിറ്റ് എടുക്കണം എന്നില്ല, കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ റണ്ണും എത്ര കിലോമീറ്റർ ഓടി, ഇനി എത്ര കിലോമീറ്റർ കവർ ചെയ്യണം, ഇനി നാളെ എത്ര കിലോമീറ്റർ കൂട്ടണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. എന്നാലും നമുക്ക് എത്ര നമ്മുടെ ലൈഫിൽ ഏതൊക്കെ ലെവല് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത്രയും കാര്യങ്ങളാണ് ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നത്. സോ നമുക്ക് നേരെ ഓടാൻ പോകും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. സോ ഈ സോ മാറ്റണമെന്ന് വിചാരിച്ചത് ഞാൻ, പക്ഷെ അതെങ്ങനെയും മാറുന്നില്ല. എൻ്റെ കൈ ഇപ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. സോ നേരെ എന്തെങ്കിലും പോകാം. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പട്ടി. സോ എൻ്റെ ഒരു ബ്രിട്ടോണ്. ഇവന് ചെറിയ അലർജി ഇഷ്യൂസ് ഉണ്ട് ഇപ്പം, അതായത് ചൂടായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇവനെ ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് ഇവനുള്ള മരുന്ന്, ഇത് അന്നേ ഞാൻ കുറേ വട്ടം ഡോക്ടറെ കാണിച്ച ഇവൻ്റെ അലർജിയും കാര്യങ്ങളും. പക്ഷേ എപ്പോഴൊക്കെ ചൂട് വരുന്നുണ്ടോ, അതായത് ക്ലൈമറ്റ് സമ്മർ ആവുന്നുണ്ടോ, സമ്മറിലൊക്കെ ഇവന് ചെവിയിലും അതുപോലെ ഇവൻ്റെ വയറിൻ്റെ അടിഭാഗത്തും ഇങ്ങനെ ചൊറിയ, ഇങ്ങനെ കൊടയ, പിന്നെ കൊടയിൽ സാധാരണ പിന്നെ ഇങ്ങനെ മാന്ത, ഇങ്ങനെയൊക്കെ അസുഖം വരുന്നുണ്ട്. അപ്പം ഇവന് നല്ലോണം ചൂടേൽക്കാണ്ട് തന്നെ ഞാൻ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇവനിങ്ങനെ നോക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവനെ നടക്കാൻ പോകാൻ അല്ലെങ്കിൽ ഓടാൻ പോകാൻ കൂട്ടാത്തതുകൊണ്ടാണ്. ഇവന് ഇങ്ങനെ കൂട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു ഒരു കേബിൾ ടൈ എന്നാണ് പറയുക ഇവൻ്റെ റോപ്പിനെ. അങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് ഇവനെ ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലമാക്കിയിട്ടുണ്ട്. അല്ലാതെ ഇവനെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൻ പിന്നെ സ്റ്റേറ്റിലേ കാണില്ല. അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന ബിരുദനാണ് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. സോ നമുക്ക് ഇവനെ കൂട്ടാതെ ഓടുന്നതിൽ ഇവന് ഒരു സങ്കടം ഉണ്ടെങ്കിലും ഇവനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം നടക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ. ബൈ 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 ബൈ. അപ്പം നമ്മുടെ വാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് റണ്ണിങ്ങിലേക്ക് പോകാം. ഓക്കെ. സോ ലെറ്റ്സ് ഗോ. തലക്കലങ്ങുന്നുണ്ട്. അതായത് അത്രയും സ്പീഡിലാണ് പോയത്. 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് കവർ ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല കിടപ്പ് വന്നിട്ടില്ല. എപ്പോഴും പറയുന്ന പോലെ കുറച്ച് സമയം കിടക്കുക, കുറച്ച് സമയം ഓടാം. iPhone 256 GB എടുക്കുന്നതിന് ശ്രദ്ധിക്കുക. എടുത്തു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പിന്നെ അങ്ങ് എടുക്കേണ്ടി വരും. അവിടെ നിങ്ങൾ ഐഫോൺ എടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂട്ടിയിട്ടായാലും നിങ്ങൾ 1TB തന്നെ നോക്കുക. അതായിരിക്കും നല്ലത്. കാരണം 256 കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. 2 വീഡിയോ എടുക്കുമ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യം തീരുമാനമാവും. ഓക്കെ. സോ ഞാനങ്ങനെ നടന്ന് ഒരു പരിപാടി. ഇനി നമുക്ക് ജസ്റ്റ് ഓടാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
സോ നമ്മളെ അറ്റ്ലസ് സ്കൂളിലുണ്ടോ, അവിടെയാണ് എൻ്റെ ഫിനിഷിങ് പോയിൻ്റ്. സോ ഓൾമോസ്റ്റ് എത്തി. സോ നമ്മളെ അറ്റ്ലസ് സ്കൂളിലുണ്ടോ, അവിടെയാണ് എൻ്റെ ഫിനിഷിങ് പോയിൻ്റ്. സോ ഓൾമോസ്റ്റ് എത്തി. തിരിച്ചോടാം, നമ്മൾ കുറേ കൂടി ദൂരം തിരിച്ചോടും. അങ്ങനെ നമ്മൾ ഫിനിഷിങ് പോയിൻ്റ് കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പെട്രോൾ പമ്പ്. സോ പെട്രോൾ പമ്പ് കഴിഞ്ഞ് നേരെ നടക്കുകയാണ്. സോ പെട്രോൾ പമ്പ് ഉണ്ട്, ഞങ്ങൾ ആണ് പെട്രോൾ പമ്പ്. അപ്പം ഇതിൻ്റെ ഇപ്പുറത്ത് ഫുള്ള് കണ്ടാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സൗണ്ട് നല്ലോണം ലോ ആയി തോന്നും. അപ്പം മൈക്കിൻ്റെ ആവശ്യം നമുക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പം മൈക്ക് മേടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ വോയിസ് അത്രയും കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ തളർന്ന് നടക്കുകയാണ്. ഓടുന്നില്ല എന്നുള്ള പരാതി വേണ്ട, ഞാൻ ഇടയ്ക്ക് ഓടുന്നുണ്ട്. ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എന്നിട്ടു ഞാൻ ഓടുന്നില്ല. ഓക്കെ, ഇങ്ങനെ എനിക്കൊന്ന് കാണുന്നുണ്ട്. അത് ഞാൻ ഈ ക്യാമറയിൽ ഓട്ടം ക്യാമറ എടുത്ത് ഓടിയല്ല പ്രശ്നം. ഓക്കെ, അങ്ങനെ നമ്മളെ റെസ്റ്റിംഗ് ബെഞ്ച് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഒരു റെസ്റ്റിംഗ് ബെഞ്ച് ഉണ്ട്. അവിടേക്ക് ആകുമ്പോഴേക്കില്ലേ ജില്ലി ഫാക്ടറി, അതായത് നമ്മളെ എല്ലാം കെട്ടാനുള്ള ജില്ലി, അതായത് നമ്മൾ വീട് കെട്ടാനായാലും എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ജില്ലി ആ സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മളങ്ങനെ ഫൈനലി റെസ്റ്റിംഗ് ബെഞ്ചിലെത്തി. നമ്മളെ റെസ്റ്റിംഗ് ബെഞ്ച് വെച്ചാൽ ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമാണ്, ഞാനതിനെ റെസ്റ്റിംഗ് ബെഞ്ച് എന്ന് പറയുന്നേ ഇല്ലു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളെ ഓടിക്കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചോടും. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ബൈക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ കോൺഫിഡൻസ് പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ തന്നെ നോക്കുന്നില്ല, ഒരു പേടി കൊണ്ടാണ്. പക്ഷേ അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം കുറേ ആൾക്കാർ എൻ്റെ മുന്നിൽ പോയി എന്നെ നോക്കിക്കൊണ്ടു പോയേ. സോ ഞാനിവിടെ നിർത്തിയെന്ന് വെച്ചാൽ, അതായത് ആൾക്കാർ കാണുക കുറച്ച് ഒരു ചമ്മലാണ് എനിക്ക്. അതായത് പക്ഷെ തുടങ്ങിയല്ലോ അതിൻ്റെ ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒന്നാമത്. അപ്പം എൻ്റെ വീട്ടിനടുത്തുള്ള അറിയുന്ന ചേട്ടനൊന്നല്ലാതെ ഞാൻ വെറുതെ ചിരിക്കുക, ആരാന്നറിയില്ല. ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ ചിരിക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗിങ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവർ ചിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ ഒരു പാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. സോ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ്. അപ്പം ഇത് പാടത്തിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പം ഞാൻ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് പറഞ്ഞിട്ട് 10 മിനിറ്റെല്ലാം ഞാൻ ചിലപ്പം റെസ്റ്റ് എടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കറക്റ്റ് നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് ഓടാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് പോവും. കാരണം ഈ വയൽ സൈഡിലും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പശുവിനെ ഞാൻ കാണിച്ചേക്കാം, ഉണ്ടോ. സോ മഴക്കാലമായിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, അതായത് ഞാനിപ്പോൾ കാണിച്ച എൻ്റെ പിറകിലുള്ളതും ഈ ഭാഗത്തും അടിപൊളിയാണ്. ഒരു മൂടി ക്ലൈമറ്റാണ്, ഭയങ്കര രസമാണ് കാണാൻ. ഞാനിവിടുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും പണ്ടെടുക്കാറുണ്ട്. ഇപ്പോഴും അതൊക്കെയാണ് ഡിലീറ്റ് ആക്കേണ്ടി വരുന്നത് ഈ വ്ളോഗ് എടുക്കുന്നതിലൂടെ. ഓക്കെ, ഓടി തളർന്നു. ഇനി ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടായിരിക്കും ഇതിനെ വൈൻഡപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഓട്ടം മറക്കരുത്. ഓക്കെ പോവാം, ലെറ്റ്സ് ഗോ. ഇന്നലെയും മെയിനായിട്ട് വീഡിയോസിനായിട്ട് 50-60 വ്യൂസ് കിട്ടി. 50-60 വ്യൂസ് കിട്ടി എന്നിട്ട് കുറച്ച് കണ്ടതിന് പിന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കി 50 വ്യൂസ് എത്ര ആളുണ്ടാവും, അല്ലെങ്കിൽ 60 വ്യൂസ് എത്ര ആളുണ്ടാവും, ജസ്റ്റ് എത്ര ആൾക്കാരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ വീട്ടെത്തിയിട്ട് വരാം, തറവാട് എത്തിയിട്ട് വരാം. അപ്പോൾ ഞാൻ
പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു 10 വ്യൂ അല്ലെങ്കിൽ ഒരു 50 വ്യൂ കിട്ടിയാൽ തന്നെ അതിൽ സന്തോഷിക്കാൻ നിൽക്കുക. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര വ്യൂ എന്ന് കിട്ടിയ വെച്ചാൽ അത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് വീഡിയോയിലുള്ള പ്രചോദനം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറയാം, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മളങ്ങനെ വീടെത്തി. ഇന്നത്തെ റണ്ണ് കഴിഞ്ഞു. സോ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് ഒരു റീലിലെ കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സന്തോഷിക്കുക. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വാശി പിടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണ്. അപ്പം അവർ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയൊരു 10 വ്യൂസ് കിട്ടിയാലും ഒരു 4 വ്യൂസ് കിട്ടിയാലും അതിൽ സന്തോഷിക്കുന്നത്. കാരണം നിങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനം. സോ വ്യൂസിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക. വ്യൂസും കാര്യങ്ങളും ലൈക്കും എല്ലാം നിങ്ങളെ തേടി വരും. ഞാൻ പറയാം, നിങ്ങളെ തേടി വരും. ഓക്കെ, ഒരു കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്ത് കാര്യം ചെയ്യുന്നത് അത് നിങ്ങൾ നിർത്തൂല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്ത് കാര്യം വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഉള്ള സമയത്ത് നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ചെയ്താൽ തന്നെ മതി. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ വ്ളോഗ് ചെയ്യുന്നില്ലോ. സോ അത്ര കിട്ടിയാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യാമെങ്കിലും നിങ്ങൾക്കൊരു 2 വരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് നിങ്ങളുടെ മെയിൻ ജോലി, ഒന്ന് ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ അതിലേറ്റവും നല്ലത് ഇതാണ്. സോ നിങ്ങളെപ്പോഴും 2 വരുമാനം ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് തുടങ്ങുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആവുകയേ ചെയ്യുള്ളൂ. സോ തുടങ്ങുന്നവർ തുടങ്ങിക്കോ. ഞാനും കുറേ ലാഗാക്കിയിരുന്നു. ഞാനും പല കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. സോ എനിക്കൊരു പോയിന്റിൽ തുടങ്ങിയേ പറ്റുമെന്നില്ല ഒരിത് തോന്നി. സോ ഞാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവം. സോ നമ്മുടെ റണ്ണിങ് വ്ളോഗ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു. പിന്നെ നാളെയാണ് നമ്മൾ വ്ളോഗ്. എനിക്ക് തോന്നി 4ാമത്തെ വ്ളോഗ് ഞാൻ